എൻ്റെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. ആദ്യമേ തന്നെ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ടായി നേരത്തെ, അതായത് തൃശ്ശൂരിൻ്റെ സംസ്കാരം അറിയാത്തൊരു സ്ഥാനാർത്ഥിയാണ്, അതായത് സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു. ഈ കേരളത്തിൻ്റെ ഭാഷ പോലും അറിയാത്ത ഒരാളെ മറ്റേ സംസ്ഥാന സെക്രട്ടറി ആക്കിയ ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അദ്ദേഹത്തിനെ പിടിച്ച് പ്രതിനിധിയാക്കിയ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അതവിടെ നിൽക്കട്ടെ. ശരി. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് വരുന്നുണ്ടെന്ന്. അദ്ദേഹം ഇവിടെ കാലുകുത്തുന്നത് LPG പ്രതിസന്ധി കാരണം നഷ്ടപ്പെട്ട ഒരു ലക്ഷോപലക്ഷ ഹോട്ടൽ തൊഴിലാളികളുടെ കണ്ണീരിൽ ചവിട്ടിക്കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിൻ്റെ മണ്ണിലെത്തുന്നത്. ഇത്രയും നല്ല നയതന്ത്രമുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഇവിടെ LPG ഇറക്കാം. അങ്ങനെ ഇറക്കിയ രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്രം ഇത്രയും പരാജയമായത്? നമ്മുടെ നയതന്ത്രം ഇത്ര അധികം മഹത്വകരമായ ചരിത്രമുള്ള ഒരു നയതന്ത്ര ഒരു വിഭാഗമാണ്. എന്നിട്ടും ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഈ കേരളത്തിൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ആ നയതന്ത്രം വിജയിപ്പിക്കാൻ പറ്റിയില്ല? ഇവിടെ ഇത്രയധികം തൊഴിലാളികളുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇവർ പറഞ്ഞു ഞങ്ങളാരും മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ടിന് കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നവമാധ്യമങ്ങളിൽ പ്രശസ്തനായ അഖിൽ മാരാറിനെ നിങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാക്കിയതിന് വല്ല ഉളുപ്പുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറുപടി ചേട്ടാ, നിങ്ങൾ ഈ ബാറ് കൂടുതൽ തുറന്നു കൊടുത്തതിന്റെ ദുരന്തമാണ് ഇത്. കാര്യം പറയുമ്പോഴേ തൃശ്ശൂരിലാണ് നമ്മൾ മത്സരം നടക്കുന്നത്. തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള 3 സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഞാനത് പറഞ്ഞത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയുന്നുള്ളപ്പോൾ മലയാളികൾക്ക് മുഴുവൻ അറിയാം. ആ ഭാഗത്തേക്ക് പോകണ്ട. കേരളത്തിൽ പറഞ്ഞോട്ടെ സുഹൃത്തെ, ചോദ്യം ചോദിച്ചോണ്ട് പറയാൻ പറ്റില്ല, ഇടങ്കൂർ മോശമാണ്. പറഞ്ഞോട്ടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയ നേതാവ് ഏതാണെന്ന് മോൻ അറിയാമോ? അതിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ. പറഞ്ഞോട്ടെ. രണ്ടാമത്തെ നേതാവ് ആരാണെന്ന് അറിയാമോ? അത് സുരേഷ് ഗോപിയാണ്. മൂന്നാമതാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരുന്നത്. അതുകൊണ്ട് മലയാളിക്ക് രാജീവ് ചന്ദ്രശേഖർ അന്യമല്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചേട്ടതുള്ള കാര്യമാണ്. നിങ്ങൾ ചിരിക്കല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞ ആണോ അല്ലയോ? ആണോ അല്ലയോ? അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന് മലയാളികൾ സ്വീകാര്യത കൊടുത്തുണ്ടോ എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചതാണ്. ഞാൻ പറഞ്ഞോട്ടെ, മൈക്ക് മേടിച്ച് പറഞ്ഞു. മറുപടി പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കേരളത്തില് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാവ് രാജീവ് ചന്ദ്രശേഖര. രണ്ടാമത് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, മറുപടി പറയട്ടെ. അതെന്ത് ജനാധിപത്യമാണ്? വെറുതെ എല്ലാം കൂടെ പാർട്ടി ഇങ്ങനെ ആവണത്. അവിടെ ഇരിക്കേ, പറഞ്ഞോട്ടെ. അപ്പൊ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും ഒക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള നാടാണ് മലയാള ഭൂമി. അതുകൊണ്ട് അതിലേക്ക് വരണ്ട. പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെ ഒറ്റടക്കം അധിക്ഷേപിച്ചതല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ മത്സരിക്കുന്ന ആരാ? പത്മജ വേണുഗോപാല. മറ്റൊന്ന് കോൺഗ്രസിന്റെ നമ്മുടെ പ്രതിനിധിയാണ്, മറ്റൊന്ന് CPIയുടെ പ്രതിനിധിയാണ്. CPIയുടെ പ്രതിനിധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞ സത്യമല്ലേ? പറയട്ടെ. ഈ സ്ഥലത്തെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളെന്ന രീതിയിൽ പറഞ്ഞു തന്നെയാണ്. മറ്റൊന്നും കൂടിയുണ്ട്, ഇവിടെ മത്സരിച്ച് വിജയിച്ച് പരാജയപ്പെട്ട MLA മാറ്റിക്കൊണ്ട് ഇവിടുന്ന് ഒരാളില്ലാതെ പുറത്തു കൊണ്ടുപോകുന്നതാണ് എൻ്റെ രാഷ്ട്രീയം. അതിനെ മറികടക്കാൻ നിങ്ങൾ മറന്നു. മറ്റൊന്ന്, ഈ എണ്ണ ഇറക്കുമതി കാര്യമായിട്ട് മോനെ ലോകത്ത് യുദ്ധമാണ് നടക്കുന്നത്. നമ്മളെ അടുക്കളയിലേക്ക് പിന്നെ തന്നെ പറഞ്ഞാണ് വാശി പിടിച്ചാൽ അങ്ങനെ ഓടിക്കൊണ്ട് വരുമൊന്നുമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ലോകത്തെ ഒരു രാജ്യത്തിനും ഹോർമൂസ് കടലിലൂടെ കപ്പൽ കടത്തിവിടാൻ അനുവാദമില്ലാത്ത സമയത്ത് ഇന്ത്യയുടെ കപ്പലുകൾ മാത്രമാണ് എണ്ണയുമായി വന്നിട്ടുള്ളത്. അത് ഈ രാജ്യത്തിന് നയതന്ത്ര വിജയമാണ്. ബാക്കിയുള്ള യുദ്ധമുഖത്ത് നോക്കുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെ ഉട്ടോപ്യൻ സോഷ്യലിസം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നാം കേട്ടില്ലേങ്ങള് എക്സൈസ് തീരുവ കുറച്ചിരിക്കുക, ജനങ്ങളുടെ മേലെ ആഘാതമില്ലാതാക്കാൻ വേണ്ടി. അതാണ് കേന്ദ്ര സർക്കാർ.